നാഷണൽ ഹൈവേ തകർന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ വിവാദങ്ങൾ നടക്കുകയാണ്. ഇതിലേറ്റവും വലിയ പഴി ചാരുന്നത് മന്ത്രി റിയാസിനെയാണ്. ശരിക്കും ഈ നാഷണൽ ഹൈവേ തകർന്നതിൽ മന്ത്രി റിയാസിന് ഉത്തരവാദിത്തമുണ്ടോ? മന്ത്രി റിയാസിന് ഒരു ഉത്തരവാദിത്വം ഇല്ല. മന്ത്രി റിയാസ് ഇതിൻ്റെ ക്രെഡിറ്റ് എടുത്തു, ഫ്ലെക്സ് വെച്ചു, ചില റീലുകൾ ഷൂട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ പുറത്താണ് മന്ത്രി റിയാസ് ഈ പണിയുടെ ഉത്തരവാദിത്വം വെക്കണമെന്ന് ആളുകൾ പറയുന്നത്. എന്തൊരു അസംബന്ധമാണത്. മന്ത്രി റിയാസ് ഇതിൻ്റെ 25%, അതായത് കേരള ഗവൺമെൻറ് ഇതിൻ്റെ 25% ഈ സ്ഥലം ഏറ്റെടുക്കലിൻ്റെ പണം കൊടുത്തിട്ടുണ്ട്. അത് ഏതാണ്ട് 5500 കോടിക്ക് അടുത്ത് വരും. അപ്പോൾ 5500 കോടിയുടെ അടുത്തുള്ള പണം കൊടുത്തു എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു 25% ക്രെഡിറ്റ് ഇത് നടപ്പിലാക്കാൻ വേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്ത ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ മന്ത്രി മുഹമ്മദ് റിയാസിനും പിണറായി വിജയൻ ഗവൺമെൻറ്റിനും ഒക്കെ അവകാശപ്പെട്ടതാണ്. അത് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് മാറ്റി വെക്കും. ഇനി അല്ലെങ്കിൽ ഞാൻ പറയുന്ന മറ്റൊരു കാര്യം, ഇവിടെ ഒരു എക്സ്ട്രീം പോയിന്റ് എടുക്കാം. അവർക്കെതിരെയുള്ള വിമർശനമൊക്കെ അവർ റീല് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്കിതിൽ അവകാശമില്ല, ഇത് അവരുടെ റോഡല്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലും ഓക്കെ. പക്ഷേ 75% കേന്ദ്ര ഗവൺമെൻറ് നിർവഹിക്കുന്ന ഈ പദ്ധതി നടപ്പാക്കുന്നത് മുഴുവൻ ചുമതലയേൽക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇതിൽ ഉത്തരവാദിത്വം ഇല്ലെന്ന് എങ്ങനെ പറയണത്? നാളെ താങ്കൾ ഒരു വീട് പണിയാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം മേടിച്ചു. ആ സ്ഥലം മേടിച്ച് ഒരു വീട് നേരെ പണിയാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ താങ്കൾ ആ വീട് പണിയുന്ന കോൺട്രാക്ടർക്ക് അല്ലെങ്കിൽ വേറൊരാൾക്ക് വീട് പണിയാൻ വേണ്ടി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ വേറെ സെൻട്രൽ ഗവൺമെൻറ് നിങ്ങളോട് പറയാണ് ഞാൻ വീട് പണിത് തന്നേക്കാം എന്ന് പറയാണ്. അപ്പോൾ ആ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? സ്ഥലം കൊടുത്തവരാണോ? അപ്പം അതുകൊണ്ട് ഇത് തീർത്തും അസംബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ നാട്, ഈ കേരളം എന്ന് പറയുന്നത് പ്രബുദ്ധരാണെന്നൊക്കെ പറയുന്നത് എനിക്ക് വലിയ അത്ഭുതമാണ് തോന്നുന്നത്. കേരളം ഒരു പ്രബുദ്ധവുമല്ല, ഒന്നുമല്ലാതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുകൊണ്ട് ഇന്നലെ സുരേഷ് ഗോപി എന്ന് പറയുന്ന നമ്മുടെ സിനിമയിലെ നായകൻ, അദ്ദേഹം രാഷ്ട്രീയത്തിലെ ഏതാണ്ട് സിനിമാ നടനാണ്, അദ്ദേഹം വന്നൊരു ബൈറ്റ് കൊടുക്കുന്നതിന് വെച്ചിട്ടു DPR 1 മാറ്റി 2 മാറ്റി 3 മാറ്റി 4 മാറ്റി എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ പുള്ളി പറയണ മുഴുവൻ വിവരക്കേടാണ്. പണ്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട് 1000 പഞ്ചായത്തുകൾ കേരളത്തിൽ എടുക്കും, ആകെ 940 പഞ്ചായത്തേ ഉള്ളൂ. പുള്ളിക്കറിയില്ല, പുള്ളി ഉദ്ദേശിച്ചത് എനിക്ക് വേണ്ട കുറച്ച് പഞ്ചായത്ത് മറ്റേ കോയമ്പത്തൂരിന്നോ വേറെ എവിടെ നിന്നെങ്കിലും പുള്ളി ചിലപ്പോൾ എടുക്കുമായിരിക്കും. ഇതുപോലെയുള്ള മണ്ടത്തരമൊക്കെ പറയാൻ കേരളത്തിൽ എങ്ങനെ സാധിക്കുന്നു? എന്നിട്ട് ഇവരൊക്കെ കയ്യടി കിട്ടാൻ എങ്ങനെ സാധിക്കുന്നു? ഈ DPR ആരാണ്? ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് ആരാണ് തയ്യാറാക്കിയത്? അത് നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിലുള്ള NHAI എന്ന് പറയുന്ന സംവിധാനമാണ് അല്ലേ. ആ DPR പിഴവ് പറ്റി എന്നുള്ളത് കോഴിക്കോട് അതിൻ്റെ മേജറായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പറഞ്ഞിട്ട് പോലും നമ്മുടെ നാട്ടിലെ ആളുകൾ ഇത് രാഷ്ട്രീയമായി, അതും ചില ജേർണലിസ്റ്റുകളടക്കമുള്ള ആളുകളൊക്കെ തന്നെ രാഷ്ട്രീയമായി ഇത് കൃത്യമായി മറ്റേ ഈ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയാണ്, പിണറായി വിജയനെതിരെയാണെന്നൊക്കെ പറയുന്നത് അത്ഭുതമാണ്. പിന്നെ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം, ഞാൻ മുഹമ്മദ് റിയാസിനെയോ പിണറായി വിജയനെയോ ഒന്നും ആരാധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മറ്റേ കാരണഭൂതൻ പാട്ട് കേട്ട് തിരുവാതിരയിൽ കളിക്കുന്ന ഒരാളല്ല എന്നുള്ളത് ഇത് എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഫാക്റ്റാണ്. ഇതിൻ്റെ ഉത്തരവാദിത്തം മുഴുവനായും പരിപൂർണമായും 0.001% പോലും ഇല്ലാതെ ഇതിന് ഉത്തരവാദിത്തം മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഞാൻ വിശദമായി നമ്മുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ കുറച്ചുകൂടി വിശദമായിട്ട് ഞാൻ ക്രൈം ന്യൂസിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ, നന്ദകുമാറിൻ്റെ ന്യൂസിൽ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിന് പറഞ്ഞിട്ടുണ്ട്. സാർ, ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം, ഇതിനു മുന്നേ മന്ത്രി റിയാസിനെ പറഞ്ഞു ഞങ്ങൾ ആഴ്ചയിലും മാസത്തിലും ഇതിൻ്റെ അവലോകനം നടത്തുന്നുണ്ട്. അപ്പോൾ ആളുകൾ ചോദിക്കും നിങ്ങൾ എന്താണ് അതിൽ അവലോകനം നടത്തിയത് എന്നുള്ളതാണ്. ഷിബിലി, ഞാനൊരു കാര്യം ആദ്യം തന്നെ തിരിച്ചു ചോദിക്കട്ടെ. നമ്മുടെ നാട്ടിൽ ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഒരു പട്ടാളക്കാരൻ വന്നിട്ട് പറയുകയാണ് ഞാൻ മറ്റേ പാകിസ്ഥാനെ അടിച്ചിട്ടു എന്ന് പറയുന്നത് വെച്ചോ, അല്ലെങ്കിൽ പാകിസ്ഥാനെ ഞാൻ അടിച്ച് നിലംപരിച്ചാക്കും എന്ന് പറയുന്നു പറഞ്ഞാൽ അടുത്ത യുദ്ധത്തിൽ നമുക്ക് വരിക്ക് ആ പട്ടാളക്കാരനാണോ കുഴപ്പം? അയാളൊരു പുളു പറഞ്ഞാണ്, ഇല്ലേ? അയാളൊരു പുളു പറഞ്ഞാണ്, അല്ലാതെ അയാളുടെ പുറത്ത് നമുക്ക് ഉത്തരവാദിത്വമൊന്നും റിലേ ചെയ്യാൻ പറ്റില്ല. ഇനി ഞാൻ പറയുന്നത് മുഹമ്മദ് റിയാസ് അങ്ങനെ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ, തെറ്റില്ലാട്ടോ, അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ വരാം, തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ ചൂണ്ടിക്കാട്ടു. അല്ലാതെ ഈ പാത, അതായത് ദേശീയപാത പൊളിഞ്ഞു കിടക്കുമ്പോൾ ഈ നാട്ടിലെ ആയിരക്കണക്കിന് ആളുകൾ ദുരിതത്തിലാകുമ്പോൾ ഭാഗ്യം കൊണ്ട് മാത്രം തലനേരക്ക് മാത്രം നമ്മുടെ കുട്ടികളൊക്കെ മരിക്കാതെ രക്ഷപ്പെട്ടപ്പോൾ അതിൻ്റെ യഥാർത്ഥ കൾപ്രിറ്റുകൾ, യഥാർത്ഥ കുഴപ്പങ്ങൾ എവിടെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാതെ കേരളം നേരെ മുഹമ്മദ് റിയാസിൻ്റെ പുറത്തേക്ക് ഈ വലതുപക്ഷ മാധ്യമങ്ങളുടെ നെറേറ്റീവിനനുസരിച്ച് കയറുക എന്ന് പറയുന്നത് അങ്ങേറ്റ അബദ്ധമാണ്. ഇനി ഷിബിലി ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. എന്താണ് ഷിബിലി ഒരാൾ വന്ന് പറഞ്ഞത്? ഇനി അത് നുണയാണെങ്കിൽ പോലും നമുക്ക് ആ പണിയുടെ ഉത്തരവാദിത്തം അയാളെ ഏൽപ്പിക്കാൻ പറ്റുമോ? ഷിബിലി നാളെ എറണാകുളം ഹൈവേ കണ്ടിട്ട് ഷിബിലി എൻ്റെ അടുത്ത് പറയുകയാണ് ഈ ഹൈവേ ഞാൻ പണിതാണെന്ന് പറഞ്ഞാൽ നാളെ ഹൈവേ പൊളിഞ്ഞു വീഴുമ്പോൾ ഉടനെ ഞാൻ ഷിബിലിയുടെ വീട്ടിൽ വന്ന് ഉത്തരവാദിത്തമൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയല്ലേ?
ആയിക്കോട്ടെ, ഈ മന്ത്രി എന്തിനാണ് റിവ്യൂ മീറ്റിംഗ് വിളിക്കുന്നത്? ഒന്ന്, വാട്ടർ അതോറിറ്റിയുടെ ലൈനുകൾ മാറ്റി കൊടുക്കേണ്ടി വരും. ഈ പറയുന്ന ഇലക്ട്രിസിറ്റിയുടെ ലൈനുകൾ മാറ്റി കൊടുക്കേണ്ടി വരും. പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ റോഡുകൾ നിരവധി അതുമായി ചേർന്ന് പോകുന്നതുണ്ടാവും. അതിൻ്റെ സൈഡ് റോഡുകളിൽ പലതിലും ഈ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ചില വർക്കുകൾ നടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന അത്തരം കാര്യങ്ങൾ കൃത്യമായി എത്തുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളിലെല്ലാം തീർച്ചയായിട്ടും അവിടെ റിവ്യൂ മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ടാവും. ഒന്ന്. ഇനി രണ്ടാമതൊരു കാര്യം, ഒരു പോസിബിലിറ്റി ഞാൻ പറയുകയാണ്. ആ റിവ്യൂ മീറ്റിങ്ങുകൾ നടക്കുന്നു എന്ന് പറഞ്ഞ് ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാനും അത് ഒരു വഴി ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാനും ഇത് താങ്കളുടെ കൂടി ഒരു വലിയ പ്രൊജക്റ്റാക്കി മാറ്റാനും ഒക്കെ സംസ്ഥാന ഗവൺമെൻറ്റോ മുഹമ്മദ് റിയാസോ ഒക്കെ കൃത്യമായി ശ്രമിച്ചിട്ടുണ്ടാവും. മുഹമ്മദ് റിയാസിനെ ഒരിടക്ക് അറിയപ്പെട്ടിരുന്ന തന്നെ മിന്നൽ മന്ത്രി എന്നുള്ള ആൾക്കാണ്. എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഹൗസുകളിലും അതുപോലെ ഗസ്റ്റ് ഹൗസുകളിലും ഒക്കെ അപ്രതീക്ഷിതമായി എത്തുന്നു എന്ന വ്യാജേന എത്തുകയും നേരെ നമുക്കറിയാലോ മറ്റേ ക്യാമറകളൊക്കെ തന്നെ നിൽക്കുമ്പോൾ പുള്ളി സൈഡിൽ നിന്ന് കുപ്പി കണ്ടെടുക്കുകയും എന്നിട്ട് വലിയ വാദങ്ങൾ മുഴക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ സന്തോഷ് ജോർജ് കുളങ്ങരയായിട്ടുള്ള ഇൻ്റർവ്യൂ ചെയ്യുന്നതും അതിനകത്ത് ഉടനെ തന്നെ കേരള ടൂറിസം മാറാൻ പോകുന്നു എന്ന് പറയുന്ന പ്രൊജക്റ്റുകളൊക്കെ നിലവിൽ വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ അതിനെയൊക്കെ വിമർശിക്കൂ. ഇപ്പൊ യുദ്ധമുണ്ടായപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? നമുക്ക് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടാവും, പാളിച്ച ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്ത് യഥാർത്ഥത്തിൽ അതല്ല ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾ ഈ പറയുന്ന രാജ്യത്തോട് സ്നേഹമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളിപ്പോൾ ചർച്ച ചെയ്യേണ്ടത് മുഹമ്മദ് റിയാസിന്റെ മുന്നൂത്ത് കയറുക എന്നുള്ളതല്ല. പകരം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ റോഡുകൾ എങ്ങനെ പൊളിഞ്ഞു എന്നുള്ളത് നിങ്ങൾ ആദ്യം കണക്കിലെടുക്കണം. അദാനി മുതൽ ഈ പറയുന്ന മറ്റേ നരസിംഹ റെഡ്ഡി വരെയുള്ള ആളുകളുടെ കമ്പനികൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് കൊള്ളയടിക്കുന്നത് എന്ന് നിങ്ങൾ കണക്കൂട്ടണം. അദാനി ഒരു ഭാഗം ഇതിനെടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം അദാനി ഒരു ഭാഗം ഇതിൽ നിർമ്മാണത്തിന് വേണ്ടി ഏറ്റെടുത്തിട്ടുണ്ട്. അദാനി ഒരു പണിയും ചെയ്തിട്ടില്ല. പകരം അദാനി ഇത് അങ്ങോട്ട് സബ്ലെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അദാനി ഇത് മറ്റൊരാളുകൾക്ക് നേരെ ഈ പറയുന്ന നമ്മളിപ്പോൾ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ സബ്ലെറ്റ് ചെയ്യാന്ന് പറയില്ലേ, വേറൊരാൾക്ക് അറിയാതെ അങ്ങനെ റൂം കൊടുക്കാൻ പാടുള്ള ഒരു കണ്ടീഷൻ എഴുതി ചേർക്കും. ഇതിൽ അങ്ങനെ ഒരു കണ്ടീഷൻ പോലും ഇല്ല. കാരണം നമ്മൾ ഉപകരാറുകൾ കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ 1500 കോടി രൂപയുടെ ഒരു കരാർ നമ്മൾ എടുക്കുന്നു. നമ്മൾ ആ കരാറ് അത് തന്നെ 750 കോടി രൂപക്ക് നേരെ കൊടുക്കുന്നു. അപ്പോൾ വെറുതെ നിൽക്കുന്ന ഒരാൾക്ക് സിമ്പിളായിട്ട് 750 കോടി രൂപ അടിച്ചു മാറ്റാം. മനസ്സിലായോ? അപ്പോൾ ഇത്തരത്തിൽ ഇപ്പം അദാനിയുടെ 1800 കോടിയാണ്, അദാനി ഉപകരാർ കൊടുത്തിരിക്കുന്നത് 900 കോടിയാണെന്ന് കേൾക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഇനിയും വരാനുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങളും ഈ പറയുന്ന ഇപ്പം ഈ കേരളത്തിൽ ടോള് പിരിക്കുന്നുണ്ടല്ലോ. ഈ ടോള് പിരിക്കുന്ന എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? 100 മീറ്ററിനപ്പുറം ഒരു ലൈൻ ഉണ്ടെങ്കിൽ, ഒരു ക്യൂ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ വണ്ടികൾ വെറുതെ വിടേണ്ടതാണ്. നിങ്ങൾക്കറിയോ? ഞാനിത് നേരത്തെ ഒരിക്കൽ ഈ സഭാനോട് പറഞ്ഞിട്ടുണ്ട്. വണ്ടിയിലിരിക്കുമ്പോൾ അതായത് 5 വണ്ടി അല്ലെങ്കിൽ 8 വണ്ടി 10 വണ്ടികൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യേണ്ടതാണ്? വിടേണ്ടതാണ്. അപ്പോഴേക്കും അതാണ് 100 മീറ്റർ ആവും. 5 വണ്ടി ഉണ്ടെങ്കിൽ, ആ 8 വണ്ടി ഉണ്ടെങ്കിൽ. അപ്പോൾ ആ വണ്ടികൾ ഉണ്ടെങ്കിൽ ഇത് വെറുതെ വിടേണ്ടതാണ്. ഇനി ഒരു ടോള് പ്ലാസ കടന്നു പോകാൻ വേണ്ടത് 10 സെക്കൻഡാണ്. നമ്മുടെ ഏതെങ്കിലും വണ്ടി 10 സെക്കൻഡ് കൊണ്ട് കടന്നു പോകുന്നുണ്ടോ? അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വലിയ കോൺട്രാക്ടർമാരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചേക്കാണ്. കേരളത്തിലടക്കം ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ കമ്പനി MEIL എന്ന് പറയുന്ന മേഗാ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി പണി ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെച്ചിട്ട് പാലാരിവട്ടം പാലത്തിൻ്റെ കോൺട്രാക്ട് എടുത്തിരുന്ന അതേ കമ്പനി ഈ ഹൈവേ പണിയിലുണ്ട്. അപ്പോൾ ഇത് ആരെയാണ് പറ്റിക്കുന്നത്? എന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട്. ആരെ? ഈ പറയുന്ന KNR കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട്. ഇനി അവർക്ക് വർക്ക് കൊടുക്കില്ല എന്നാണ് ഞാൻ ഷിബിലിയോട് 101% പറയുന്നു. അവർ ഹൈദരാബാദ് ബേസ്ഡ് കമ്പനിയാണ്, ഒരു മുൻ കോൺഗ്രസിൻ്റെ MLA ആണ്. ഇതൊക്കെ ശരി തന്നെ. പക്ഷെ ആ കമ്പനി 6 മാസം കഴിയുമ്പോൾ ഇത് മുഴുവൻ വിഡ്രോ ചെയ്യുകയും അവർ വീണ്ടും വർക്ക് എടുക്കുകയും ചെയ്യും. ഇത് തന്നെയല്ലേ നമ്മൾ പാലാരിവട്ടം പാലത്തിൻ്റെ കാര്യത്തിൽ കണ്ടത്. ഇനി അടുത്ത കാര്യം ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര ഗവൺമെൻറ് എടുത്തേക്കുന്ന നടപടി എന്താ? ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലെ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് നോക്കാൻ നമ്മുടെ കയ്യിലെ ടാക്സിൽ നിന്ന് പിരിച്ച പണം 90,000 കോടി കൊണ്ടുപോയി അതിൽ നിന്ന് ശമ്പളം കൊടുക്കുന്ന കേരളത്തിലെ ഏത് ഉദ്യോഗസ്ഥനെയാണ് ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റിയുടെ പേരിൽ കേന്ദ്ര ഗവൺമെൻറ് സസ്പെൻഡ് ചെയ്തു ഒരാളെങ്കിലും? നിങ്ങൾ നാളെ മോദി എതിർക്കുമ്പോൾ ഞാൻ പറയും, മോദി ചെയ്ത നല്ല കാര്യങ്ങളും നമ്മൾ പറയണം, മോശം കാര്യങ്ങളും. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പറയുന്നത് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കൺസ്ട്രക്ഷൻ കമ്പനിക്കാണെന്നാണ്. അങ്ങനെ അവർക്ക് അത് ഒഴിഞ്ഞു മാറാൻ പറ്റും അതിന്? കൺസ്ട്രക്ഷൻ, അതാണ് ഞാൻ ചോദിക്കണേ. കൺസ്ട്രക്ഷൻ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഒരു കരാറം കൊടുത്തിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യും? മറ്റേ ലക്ഷദ്വീപിൽ പോയി താമസിക്കണേണ് ആണോ?
ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന് കേരളത്തിൽ തന്നെ എത്ര ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്നുണ്ട് ഈ പണി നോക്കാൻ? അപ്പോൾ ഈ നോക്കിയവരെവിടെ എന്താ നോക്കിയത്? എന്താ നോക്കിയത്? ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് ഇനി ഞാൻ തീർത്തും ഉറപ്പോടുകൂടി പറയുന്നു, എൻ്റെ വിശ്വാസം ഉറപ്പോടുകൂടി പറയുന്നു, ഈ കേരളത്തിലേക്ക് NHAIയുടെ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരായി വരുന്നതിൽ മഹാഭൂരിപക്ഷവും ഇത്തരത്തിലുള്ള വൻകിട കമ്പനികൾ ചൂസ് ചെയ്യുന്ന ആളുകളാണ്. മനസ്സിലായോ? MEAIL എന്ന് പറയുന്ന ഒരു കമ്പനി, അതിൻ്റെ ഉപകമ്പനികളായിട്ടുള്ള 3 കമ്പനികൾ കൂടിച്ചേർന്നുകൊണ്ട് MEAIL എന്ന് പറയുന്ന ഒരു മേഗാ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി 900 കോടി രൂപയിലധികം കൊടുക്കുന്നു. ബാക്കിയുള്ള കമ്പനികൾ 3 ഉപകമ്പനികൾ കൂടി 300ഓളം കോടി രൂപ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ 1200 കോടി രൂപ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ സംഭാവന കൊടുക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കും? നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ഭാഗം നമ്മൾ സംഭാവന ആർക്കെങ്കിലും കൊടുത്തേക്കാം. 1200 കോടി രൂപ ഒരു കമ്പനി സംഭാവന കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ആ കമ്പനി പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ കിട്ടും, അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ ഉദ്യോഗസ്ഥന്മാർ കേൾക്കും. നിങ്ങളുടെ പൊളിറ്റിക്കൽ ബോസിനോട് ഞാൻ കണക്ഷൻ ഉണ്ട്. ഷിബിലിയുടെ ഇപ്പം എനിക്ക് ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യാണ്, എനിക്കൊരു 1000 കോടി വേണ്ട, ഒരു 2 കോടി തന്നേക്കാണ്, ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് ഫേവറബിൾ ആയിരിക്കാം, 2 കോടി കൊടുത്തവന് ഫേവറബിൾ ആയിരിക്കും എന്ന് പറയുമ്പോൾ പിന്നെ ഷിബിലി അവനെതിരെ സംസാരിക്കോ? ഇത് 1000 കോടിയാണ് ഷിബിലി. ഇതിന് ഇനി ഈ പറയുന്ന KNR എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനി അടക്കം ഈ ഇലക്ട്രൽ ബോണ്ട് വേറെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒറ്റ കമ്പനിയുടെ കാര്യമാണ്. അപ്പോൾ അതെല്ലാം അങ്ങോട്ട് മറച്ചു വെച്ചുകൊണ്ട് വി മുരളീധരൻ വന്ന് സംസാരിക്കുന്നു. ഇപ്പം ക്രെഡിറ്റ് ഏറ്റെടുത്ത് ആരെയും കാണാനില്ല. വി ആർ ഇൻ ദ റോങ് ഡയറക്ഷൻ, ഒരു സംശയമില്ല. കേരളത്തിലെ ആളുകൾ പ്രബുദ്ധരുമല്ല, ഒരു മണ്ണാങ്കട്ടയുമല്ല. വി ആർ ഇൻ ദ റോങ് ഡയറക്ഷൻ. നമ്മൾ ചർച്ച ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളല്ല ചർച്ച ചെയ്യുന്നത്. പകരം സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മീഡിയകളിലൂടെയും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നരേറ്റീവ് നമ്മൾ ബൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ ഞാൻ പറയുമല്ലോ, നരേന്ദ്രമോദി എല്ലാ കാര്യത്തിലും എതിർക്കാൻ പറ്റില്ല, വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ട്. അത് പിണറായി വിജയനുണ്ടെന്നേ, അത് മുഹമ്മദ് റിയാസിനുണ്ടെന്നേ, അത് ജി സുധാകരനുണ്ടെന്നേ. ഇനി ഞാൻ മറ്റൊരു കാര്യം ഷിബിലിയോട് ചോദിക്കട്ടെ. ഈ ജി സുധാകരൻ മാറിയപ്പോൾ എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ പറയുന്നൊരു വാചകമുണ്ട്, കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. അല്ലേ? ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇത് പറഞ്ഞോ? അതെന്താ പറയുന്നത്? അപ്പൊ സത്യമായി പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പക്ഷെ നമുക്ക് അത് പോരാ. നമുക്ക് മറ്റേ ഇഷ്ടമുള്ള സത്യങ്ങൾ പറയണത്, നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഇഷ്ടമുള്ള കാര്യങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ചാനലിൽ പോയി കാണാം, എനിക്ക് വിരോധമില്ല. സാർ, ഇപ്പം ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം ഈ നാഷണൽ ഹൈവേ പണി നടക്കുകയാണ്, അതുകൊണ്ട് ഒരുപാട് ആളുകൾ കഷ്ടപ്പാടുകളുണ്ട്. ഇനി തകർന്ന റോഡ് തന്നെ എങ്ങനെ നന്നാക്കും, എനിക്കറിയില്ല. അതാണ് നമ്മൾ കേരളം മൊത്തം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. ഇനി ഇതെങ്ങനെ നേരെയാക്കും? ഇപ്പോഴും ഷിബിലി അറിയേണ്ടത്, ഒരു ഉദ്യോഗസ്ഥനെ അങ്ങ് സസ്പെൻഡ് ചെയ്തു, കമ്പനിയെ ഡീബാർ ചെയ്തു, കമ്പനിക്ക് ഇനി വേറൊരു കരാറ് ചെയ്യാൻ പറ്റില്ല. ഷിബിലി ഇപ്പോഴും അറിയേണ്ട ഒരു കാര്യമുണ്ട്, കമ്പനികൾക്കുള്ള ഫണ്ട് പിടിച്ചു നോക്കുമെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. എന്താ പറയാൻ പറ്റാത്തതെന്നറിയോ? ഇത് കറക്റ്റ് അപ് ടു ഡേറ്റ് ആയി കണ്ടിന്യൂസ്ലി ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ. എന്തുകൊണ്ടാണ് ഫ്ലൈ ഓവർ പണിയാതെ ഈ മണ്ണിട്ട് പൊക്കി ഭീകരമായ ഉയരത്തിൽ ഇത് പണിയുന്നതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് അതിന് ഭാര്യ എപ്പോഴും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇത്ര പൊക്കി പണിയണം, അതിന് പകരം പാലം പണിതാ പോരെ എന്നുള്ളത്. ഞാൻ ചോദിക്കുന്ന ആ ചോദ്യത്തിന് ഉത്തരത്തിന് കഴിഞ്ഞ ദിവസമാണ് എനിക്ക് മറുപടി കിട്ടിയത്. എന്താ കാര്യം എന്നറിയോ? പാലം പണിയണമെങ്കിൽ ഒരു നിശ്ചിത എമൗണ്ട് ചിലവാക്കാൻ പറ്റും. മറ്റത് നമ്മളൊരു കുന്നിടിക്കുമ്പോഴുള്ള പണം, അതുപോലെ ഇത് ഇവിടെ കൊണ്ടുവന്ന് ഇടുമ്പോഴുള്ള പണം, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കണക്കില്ലാതെ പണം കിട്ടും, അല്ലെങ്കിൽ കൂടുതൽ പണം കിട്ടും. ആ കൂടുതൽ പണം കിട്ടുന്നതുകൊണ്ടാണ് പലപ്പോഴും ഒരു സത്യത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഈ മണ്ണിട്ട് പൊക്കി ഇത്രയും ഉയരത്തിലേക്ക് ഒരു സാധനം പണിയുന്നതിന് ഒരു കോമൺ സെൻസാണ്. ഞാൻ സിവിൽ എഞ്ചിനീയർ ഒന്നുമല്ല. ഒരു കോമൺ സെൻസുള്ള ഒരാളൊന്ന് ആലോചിക്കുക, അതിൻ്റെ മുകളിലൂടെ ഒരു പാലം പണിതാൽ അതിൻ്റെ താഴെയുള്ള ഒന്നിനെയും നമ്മൾ തടസ്സപ്പെടുത്തുന്നില്ലല്ലോ. നമ്മൾ വയലുകളെയോ അല്ലെങ്കിൽ കുളങ്ങളെയോ അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള കണ്ടങ്ങളെയോ മറ്റേ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഫ്രജൈൽ ആയിട്ടുള്ള ഒരു ഏരിയയോ ഒന്നും തടസ്സപ്പെടുത്താതെ നമുക്ക് എന്ത് ചെയ്യാമല്ലോ, ഒരു പാലം പണിയാലോ. എന്തുകൊണ്ടാണ് അത് നടപ്പാക്കാത്തത്? പിന്നെ ഇന്നലെ സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഈ DPR ആരാ മാറ്റിയെന്നേ?
DPR 1, 2, 3 മാറ്റി എന്ന് പറയുമ്പോൾ പുള്ളി പറയുന്നത് ഇവിടെയുള്ള ആരെങ്കിലും പുള്ളി ഉദ്ദേശിച്ചത് എനിക്കറിയാം, പുള്ളിയുടെ മണ്ടത്തരം കൊണ്ട് സത്യം പറഞ്ഞാണോ എന്ന് അറിയില്ല. രണ്ടാമത്തത് പുള്ളി ഇനി ഇവിടെ മനസ്സിലാക്കി ഇവിടെ നിന്നുള്ള ആരെങ്കിലും സ്വാധീനം ചെലുത്തി മാറ്റിയാണെന്ന്. അങ്ങനെ സ്വാധീനം ചെലുത്തി മാറ്റാനാണെങ്കിൽ നിതിൻ ഗഡ്കരിയോട് ഇരിക്കണേന്തിനാന്നേ. ഇനി ഷിബിലിയോട് എനിക്ക് മറ്റൊരു ചോദ്യം കൂടി ഉണ്ട്. ഓക്കെ, ആ ചോദ്യം എന്താണെന്നറിയാമോ? അപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു പാലം പണിയുന്നു, അപ്പോൾ അത് പൊളിഞ്ഞു വീഴുന്നു. അപ്പോൾ നമ്മൾ അവിടുത്തെ പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തുക, ഇല്ല, അവിടുത്തെ മുനിസിപ്പാലിറ്റിയെ കുറ്റപ്പെടുത്തുക. എന്തൊരു അസംബന്ധമാണിത്. എന്നിട്ട് താഴെ വല്ല കമൻ്റൊക്കെ നേരെ ഈ പറയുന്ന മുഹമ്മദ് റിയാസ് കുഴപ്പക്കാരനാണ്, ബാക്കിയുള്ളത് പിണറായി വിജയൻ കുഴപ്പം. ഞാൻ അവർക്കെതിരെ 100 കണക്കിന് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. മറ്റാരും പറയാത്ത പോലെ കൃത്യമായി വിശദമായിട്ടുള്ള വിമർശനവും ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. ഇത് 100%, 101% ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അങ്ങേറ്റത്തെ പാളിച്ചയാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോഴും അഭ്യാസം കാണിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ പോലും സസ്പെൻഡ് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ഷിബിലി ചോദിച്ചൊരു ചോദ്യം, ഇതെങ്ങനെ നേരെയാക്കും? ഈ മണ്ണ് മുഴുവൻ വാരിക്കളഞ്ഞ് ചെളിയിലേക്ക് കൃത്യമായി ഇത് ഇനി ഇടേണ്ട രീതിയിലുള്ള ലെയറിൽ മണ്ണുകൾ ഇടുമോ? അങ്ങനെ ആണെങ്കിൽ ഇത് എത്രത്തോളം വലിയ ഹെർക്കുലിയൻ ടാസ്ക് ആയിരിക്കും. ഒരെണ്ണം തെറ്റുപറ്റി എന്ന് പറയുന്നതിനേക്കാൾ തെറ്റുപറ്റിയിട്ട് അതെല്ലാം കളഞ്ഞിട്ട് വീണ്ടും പണിയുക എന്ന് പറയുന്നത് എത്രത്തോളം ഹെർക്കുലിയൻ ടാസ്ക് ആയിരിക്കും. ആ ടാസ്കിൻ്റെ ചുമതല ഇവർക്ക് കൊടുത്ത പണം ഗവൺമെൻറ് തിരിച്ചു പിടിക്കുമോ? പിടിക്കാൻ പറ്റില്ല ഷിബിലി. എന്താണെന്നറിയാമോ? ഈ പണം എങ്ങോട്ട് കിട്ടുന്നതിന് മുമ്പ് ഇതിൻ്റെ അഡ്വാൻസിനൊക്കെ കൈപ്പറ്റിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതൊന്നും ചർച്ചയാകാതെ മറ്റേ ഈ പറയുന്ന ആനയെ കണ്ടതുപോലെ എന്ന് പറഞ്ഞൊരു പ്രയോഗം പറയും, അതുപോലെ ജനം വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും നമ്മുടെ രാഷ്ട്രീയം മെച്ചപ്പെടുകയോ നന്നാവുകയോ ചെയ്യില്ല. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അന്ധത ബാധിച്ച ആളുകൾ മുഹമ്മദ് റിയാസിനെ കുറ്റം പറയും. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അന്ധത ബാധിച്ച കുറച്ച് പേർ ഇവർക്ക് ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റം പറയും. ഇത് കൃത്യമായ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചക്കളത്തി പോരാട്ടം നടക്കും. യഥാർത്ഥത്തിൽ നമ്മൾ വലിയ അപകടത്തിലാണ്. ഇപ്പോൾ 3-4 സ്ഥലങ്ങളിൽ വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇനി ഞാനൊന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ഈ റോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിന് ശേഷം ഷിരൂരുണ്ടായതുപോലെയുള്ള നിരവധി അപകടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇപ്പോൾ പഹൽഗാമിൽ നമ്മുടെ ആളുകൾ വെടിയേറ്റ് മരിച്ചു ഒരു ഹണിമൂണിൻ്റെ സമയത്ത് പോയപ്പോൾ. അതുപോലെ എത്ര ഹണിമൂൺ യാത്രകൾ, എത്ര വീട്ടുകാരും കുടുംബവും ഒത്തുള്ള സന്തോഷകരമായ യാത്രകളെയാണ് ഈ പാതയോരങ്ങൾ നശിപ്പിക്കാൻ പോകുന്നത് എന്നുകൂടി ആലോചിച്ച് യഥാർത്ഥ രാജ്യസ്നേഹമുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ ചോദ്യം ചെയ്യണം.